ദിയ കൃഷ്ണയ്ക്കെതിരെ ഒരു സ്ത്രീ ഇപ്പം രംഗത്ത് വന്നേക്കുവാണ്. അവരുണ്ടെങ്കിൽ ഈ ഒരു ദിയ കൃഷ്ണയുടെ കയ്യിൽ നിന്നൊക്കെ ജുവൽസ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരിപ്പം ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നൊരു കാര്യം, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച സമയത്ത് അവർ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മീഷോയിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ വാങ്ങുന്ന അത്ര പോലും ക്വാളിറ്റി പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ കൊടുത്ത പൈസയ്ക്കുള്ള ക്വാളിറ്റി ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വോയിസ് പുറത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അഹാന കൃഷ്ണയൊക്കെ അവരുടെ ഒരു സാരി പ്രോഡക്റ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഇത്രയും പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അതിനൊന്നും വിലയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ജുവൽസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുണ്ടെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പാണ് പുറത്ത് വന്നേക്കുന്നത്. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നാൽ ഇവർ പറയുന്ന രീതിയിൽ അങ്ങനെ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഡൗട്ടുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ അവരെ നിന്ന് വാങ്ങിച്ചോ എന്നുള്ളത്. ചുമ്മാ ഇനി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ പറയുമല്ലോ ഇത് കണക്ക് വാങ്ങിച്ചു എന്നുള്ള രീതിയിലൊക്കെ. അതും അങ്ങനെ പറയുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്.